സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. വടക്കൻ കേരളത്തിൽ 4 ജില്ലകളിൽ പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ തുടരുകയാണ്. കോഴിക്കോട് ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഷാഹിദ് റഹ്മാൻ ചേരുകയാണ്. ഷാഹിദ്, ജില്ലയിലെ പൊതു സാഹചര്യം എന്താണ്? എല്ലാ മേഖലകളിലും നല്ല മഴയും കാറ്റുമുണ്ടോ? മധു, അതിശക്തമായിട്ടുള്ള കാറ്റും ഒപ്പം തന്നെ മഴയുമാണ് കോഴിക്കോട് ജില്ലയിൽ. പ്രത്യേകിച്ച് നഗരമേഖലയിലാണ് വലിയ രീതിയിലുള്ള മഴ ഇന്ന് രാവിലെ മുതൽ ലഭിക്കുന്നത്. മലയോര മേഖലകളിൽ നേരിയ തോതിലുള്ള മഴ മാത്രമാണ് ലഭിക്കുന്നത്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇന്ന് അതിരാവിലെ മുതൽ തന്നെ നല്ല മഴയുമുണ്ട്. അല്പസമയം മുൻപ് വരെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് ചെറിയ രീതിയിലുള്ള ശമനം, അതായത് നേരിയ തോതിലുള്ള, പക്ഷെ മഴ ഇപ്പോഴും ചാറുന്നുണ്ട്. മാത്രമല്ല, ഈ മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പലയിടങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. ഇന്നലെയൊക്കെ അറിയാം, നമുക്ക് മലയോര മേഖലകളിൽ ഈ മലവെള്ളപ്പാച്ചിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മുക്കം, അതുപോലെ തന്നെ കൂടരഞ്ഞി, കുറ്റ്യാടി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കാറ്റും ഒപ്പം തന്നെ മഴയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കൂടാതെ ഈ ചെറിയ മഴയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഈ യാത്രക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ കാൽനട യാത്രക്കാരെയൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ശക്തമായിട്ടുള്ള കാറ്റ്, ആ കാറ്റ് കാരണത്താൽ, അതായത് ഈ കാറ്റ് കാരണത്താൽ അതായത് വലിയ രീതിയിൽ ഈ മരങ്ങളൊക്കെ, അതായത് ഏത് നിമിഷവും ഈ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ, അത് അതായത് ഈ മരങ്ങൾ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. നല്ല കാറ്റുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഈ മരങ്ങൾ, അതായത് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് കമ്പികളൊക്കെ പെട്ടെന്ന് ചാഞ്ഞ് ഈ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിലുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ കരുതൽ ഉണ്ടാവണം. മാത്രമല്ല, ഈ റോഡിലേക്ക് ചാഞ്ഞത് ഏത് നിമിഷവും മരം വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റാൻ KSEB അധികൃതരോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോട് പറയണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ വന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളുണ്ടെങ്കിൽ അതിന് താഴെ പോയി നിൽക്കരുത് എന്ന നിർദ്ദേശവും എന്തായാലും വന്നിട്ടുണ്ട്. എന്തായാലും മഴ ഇനിയുള്ള മണിക്കൂറുകളിൽ അത് അതിശക്തമാകും എന്ന നിർദ്ദേശമാണ് വരുന്നത്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. മധു, ഷാഹിദ് റഹ്മാനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം മഴക്കാലത്തിന് മുൻപ് തന്നെ നൽകിയിരുന്നതാണ് അധികൃതർ. സ്വാഭാവികമായും നമ്മുടെ വീടിന്റെ ഒക്കെ പരിസരത്ത് അങ്ങനെ അപകടകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് നിർബന്ധമായും എന്നുള്ളത് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്.